മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് 7ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തെ രാവും പകലും കർത്താവ് വഴി നടത്തിയത് എങ്ങനെയാണ് വഴി നടത്തിയത്? പേജ് നമ്പർ 49. അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴികാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്ന് മാറിയില്ല. അപ്പോൾ എങ്ങനെയാണ്? രാത്രിയിൽ അവർക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് നൽകിയിരുന്നു? പ്രകാശം കിട്ടാൻ വേണ്ടി ഒരു അഗ്നിസ്തംഭമായിട്ടും, അതുപോലെ തന്നെ പകൽ നല്ല ചൂടാണ്, മരുഭൂമിയിലൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു മേഘസ്തംഭമായിട്ട് അവർക്ക് തണൽ നൽകിക്കൊണ്ട് ഒരു മേഘസ്തംഭമായിട്ടും അവർക്ക് മുൻപേ പോയിരുന്നു. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്ന് മാറിയേയില്ല. അങ്ങനെ അവരോടൊപ്പം ദൈവം യാത്ര ചെയ്തിരുന്നു, അവർക്ക് സംരക്ഷണമായിട്ട്. ദൈവം ഇസ്രായേൽ ജനത്തിന് ഭക്ഷണമായി നൽകിയത് എന്താണ്? മന്നയാണ് ഭക്ഷണമായി നൽകിയത്. മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇതെന്ത്? അവർ അത്ഭുതത്തോടെ ചോദിക്കുന്നതാണ്. ഇതെന്ത് എന്നുള്ളതിൻ്റെ വാക്കാണ് എന്ത്? മന്ന. സമാഗമ കൂടാരത്തിൻ്റെ പ്രത്യേകത എന്താണ് സമാഗമ കൂടാരത്തിൻ്റെ പ്രത്യേകത? പേജ് നമ്പർ 52 സമാഗമ കൂടാരം. ദൈവവും മോശയും സംസാരിച്ചിരുന്നത് ഈ കൂടാരത്തിൽ വെച്ചാണ്. സമാഗമ കൂടാരത്തിൽ മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാതിൽക്കൽ നിൽക്കും. അപ്പോൾ കർത്താവ് മോശയോട് സംസാരിക്കും. മേഘസ്തംഭം കൂടാരവാതിൽക്കൽ നിൽക്കുന്നത് കാണുമ്പോൾ ജനം എഴുന്നേറ്റ് ഓരോരുത്തരും അവരവരുടെ കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് ദൈവത്തെ കുമ്പിട്ട് ആരാധിച്ചായിരുന്നു. അപ്പോൾ ദൈവവും മോശയും തമ്മിൽ സംസാരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ പേരായിരുന്നു, ആ കൂടാരമായിരുന്നു ഏത്? സമാഗമ കൂടാരം. ഓക്കെ, അടുത്തത് ഇസ്രായേൽക്കാരുടെ മരുഭൂമി യാത്ര നമുക്ക് നൽകുന്ന പാഠം നമുക്ക് എന്ത് പാഠമാണ് നൽകുന്നത്? പുതിയ നിയമജനമായ സഭയും ഒരു തീർത്ഥാടക സമൂഹമാണ്. 53 പേജ് നമ്പർ പാപത്തിൻ്റെ ബന്ധനങ്ങളില്ലാതെ ഈ ലോകത്തിലൂടെ സഞ്ചരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് സഭയിലെ അംഗങ്ങൾ. മോശ ഇസ്രായേൽക്കാരെ നയിച്ചതുപോലെ സഭയും വിശ്വാസികളായ നമ്മളെ നയിക്കുന്നു. സഭയുടെ ലക്ഷ്യം തീർത്ഥാടകരായ വിശ്വാസികളെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഈ ലോക ജീവിതത്തിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്ര അത്ര എളുപ്പമല്ല. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ധാരാളം ഉണ്ടാകും. എന്നാലും ദൈവം അപ്പോഴെല്ലാം നമ്മുടെ സഹായത്തിനുണ്ടാകും. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. അപ്പോൾ പഴയ നിയമജനമായ ഇസ്രായേൽക്കാർ യാത്ര ചെയ്ത പോലെ പുതിയ നിയമജനമായ നമ്മൾ, തീർത്ഥാടകരായ നമ്മളും സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ്. ഇടയ്ക്ക് പല പ്രതിസന്ധികൾ ഉണ്ടായിരിക്കും, പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് നമ്മളെ നയിക്കാൻ നമ്മുടെ കൂടെ സഭയുണ്ട്. സഭയോട് ചേർന്നാണ് നമ്മൾ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സഭ വിശ്വാസികളായ നമ്മളെ നയിക്കുന്നു. ഓക്കെ.